ഞാൻ ഇന്ന് ഒരു ഫോട്ടോ കാണാനിടയുണ്ടായി. അതിന്റെ ഒരു ഉള്ളടക്കം ഇങ്ങനെയാണ്. ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊണ്ട്, ദരിദ്രമായിട്ടുള്ള ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ടിരുന്നിട്ട് അതിന് ആഹാരം കൊടുക്കാനുള്ള നിവൃത്തിയില്ലാതെ, എന്നിട്ട് അതിന്റെ അടിയിലെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ദൈവത്തിനെ ആക്സസ് ചെയ്യാൻ, അല്ല ദൈവത്തിന് റേഞ്ച് കിട്ടാത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവത്തിനെ ആരാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വലിയ ആപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. പക്ഷെ അങ്ങനല്ല. ദൈവം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ബുദ്ധിയും ഒരേ രീതിയിലുള്ള ശക്തിയുമാണ് കൊടുത്തിരിക്കുന്നത്, 99%. പിന്നെ അല്ലാതെ ഭിന്നശേഷിക്കാരുള്ള ആളുടെ കാര്യമല്ല പറയുന്നത്, നോർമലി ഉള്ള ആൾക്കാരെല്ലാം ഒരു രീതിയിലാണ്. പക്ഷെ പലരും ജോലി ചെയ്യാതെ ഫ്രീ ആയിട്ട് പൈസ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ, ഗവൺമെന്റിന്റെ പൈസ ഫ്രീ ആയിട്ട് കിട്ടണം, ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ, ഞങ്ങൾ പാവപ്പെട്ടവരാണെങ്കിൽ ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല, അതെയോ ഞങ്ങൾക്ക് അധ്വാനിക്കാനൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ ബുദ്ധിയില്ലെന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ മണ്ടന്മാർ. അവർ ജീവിതകാലം മൊത്തം അവരുടെ പുതിയ തലമുറ അതുപോലെ കഴിയത്തുള്ളൂ. പുതിയ ഒന്നും പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും കുറേ നാള് എവിടെയെങ്കിലും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇഷ്ടപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ അതിന് ട്രെയിനിങ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി അതിനനുസരിച്ചുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്താണോ അതിന് അനുസരിച്ചുള്ള ട്രെയിനിങ് കിട്ടിയിട്ട് നിങ്ങൾ ആ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ഗവൺമെന്റിന് വേണേൽ ഗവൺമെന്റ് സഹായം കിട്ടും. പക്ഷെ അങ്ങനെ ഒന്നും തുടങ്ങാതെ നിങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ ദൈവം എന്തെങ്കിലും നേരിട്ട് അവതരിച്ച് തരും എന്ന് പറഞ്ഞിരിക്കും. ദൈവത്തിന് തരാൻ പറ്റുന്നതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ബുദ്ധി, നമുക്ക് ചിന്തിക്കാനുള്ള എല്ലാ രീതിയിലുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്താതെ ദൈവത്തിനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു